വയനാട് പുൽപ്പള്ളിയിലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പിലെ താൽക്കാലിക ഗൈഡായിട്ട് ജോലി ചെയ്തിരുന്ന പോളിൻ്റെ ഭവനത്തിലാണ് ഞാനിപ്പോൾ. നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്തകളെല്ലാം അറിഞ്ഞതാണ്. ഇന്ന് ആ ഭവനത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ എത്തി. ഇന്നലെ രാഹുൽ ഗാന്ധി എത്തി. എന്തായിരുന്നു അവർ ഈ ഒരു വിഷയത്തിൽ തന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ വീടിൻ്റെ നിർമ്മാണം ഒരു ഏറ്റെടുക്കാമെന്നും പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കൊച്ചിൻ്റെ ഹയർ സ്റ്റഡിയുടെ കാര്യം, പിന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നില, ചികിത്സയുടെ പ്രശ്നങ്ങൾ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് അത് മുഴുവൻ കേൾക്കുകയും അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള PAയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അനുബന്ധമായിട്ട് തന്നെ ഇന്ന് തന്നെ ആളുകൾ ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് ആളുകളിലൂടെ വന്നിട്ടുണ്ട്. PA അടക്കം ബന്ധപ്പെട്ട ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഇതേ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA IC ബാലകൃഷ്ണനോട് വന്നു ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ഈ വീടിൻ്റെ നിർമ്മാണമായിട്ട് കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടാൻ വേണ്ടി പുള്ളിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അതനുസരിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട മെമ്പറോട് ഈ പറയുകയും ചെയ്ത ഒരാളെ ഏർപ്പാടാക്കണം. പിന്നെ ജോളി മെമ്പർ എന്ന് പറയും പേര് ഇവിടെയുള്ള സ്വീകാര്യനായ ഒരു മനുഷ്യനാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇടപെടുന്ന ഒരാളാണ്. എൻ്റെ ഈ പ്രദേശത്തെ ഇതൊരു ട്രൈബൽ ഏരിയയും കൂടിയാണ്. ഈ ട്രൈബൽ ഏരിയ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം അവരുടേതായ ഒരു കാര്യത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട ഒരു വീടാണ് ഈ പ്രദേശത്ത് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് കാരണം കൂടിയിട്ട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യും. എന്ത് പ്രശ്നം അവരോട് ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഏർപ്പാടാക്കി ചെയ്തിട്ടായിട്ട് അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നടപടി തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു. ആനയുടെ ആക്രമണം അല്ലെങ്കിൽ ശല്യം എപ്പോഴും ഈ മേഖലയിലുള്ളതാണ്. അതിന് ഇവിടെ ഈ വാഴയൊക്കെ പറിച്ചുകൊണ്ട് പോയതാണ്. വാഴ ഇവിടെ കയറി പുറകിൽ ഈ വീടിനോട് ചേർന്നുള്ള ഒരു കശുമാവുണ്ട്, അല്ല പ്ലാവുണ്ട്. ആ പ്ലാവിന് ചക്ക ഇട്ട് പോവും. ഇപ്പം ചേച്ചിയോട് എന്തായിരുന്നു, ഇപ്പം നിങ്ങൾ വലിയ ഭീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത്, നമുക്ക് ചുറ്റും ഈ ഒരു മേഖലയിലാണ്, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഇവിടുന്ന് ജോലിക്കായിട്ട് പോയി, ഒരാഴ്ചക്കാലം പോയില്ല. അപ്പോൾ ഒരു പണിയായാലും കിട്ടിയാൽ നല്ലതാണെന്ന് പോകാൻ മടി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെയായി ആനശല്യാണി അടച്ചു പോകുന്നുള്ള ഇതായിരുന്നു. എപ്പോഴും ഈ ഒരു പേടിയായിരുന്നു? ആ പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ അവിടുത്തെ അക്കരെ ആനേനെ പിടിച്ചിട്ടില്ലല്ലോ. ആ ആനേനെ പിടിച്ചെങ്കിൽ സ്ഥിരം പണി ഉണ്ടായേനേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അന്ന് രാവിലെ തലേദിവസം അങ്ങനെയൊക്കെ പറഞ്ഞു, ഇതുവരെ ആനേനെ വെടിവെച്ച് പിടിച്ചിട്ടില്ല, അവർ ഈ പറയുന്നുള്ളൂ, അതൊന്നും പിടിക്കൂല എന്ന് പറയായിരുന്നു എന്നോട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി. ഇത്രയും കാലം പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് രാവിലെ അവർ ഒപ്പിട്ട് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ഇങ്ങോട്ട് പോകുന്നതല്ലേ, ഒരാൾ കൊണ്ടുവിട്ട് പോയതാണെന്ന് പറഞ്ഞു. നമ്മൾ സത്യം കണ്ടിട്ടില്ല. പക്ഷെ തൊഴിലുറപ്പുകാർ കണ്ടു. ആന ഉരുട്ടി, ആന രണ്ടാമൊന്ന് പിന്നെയും വന്നു, വാലും ചുട്ടിപ്പിടിച്ച് വന്നു, പൊടിയാക്കി തീർത്തിട്ട് പോയനേന്ന് പറഞ്ഞു. അത്രയും അവിടെ എത്തി ജീവൻ കുറച്ചു നേരം കിട്ടിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതും കിട്ടൂലായിരുന്നു, അവർ കൂക്കിയില്ലായിരുന്നെങ്കിൽ. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചു എന്ന്, അവർ വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞു. വേറെ ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു, മിണ്ടുന്നില്ല എന്ന്. നിങ്ങളിപ്പോൾ അത് അതിനുശേഷം എപ്പോഴാണ് അറിഞ്ഞത്? ഞങ്ങൾ ആസ്പത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ്, അപ്പോൾ മോള് പരീക്ഷയ്ക്ക് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെയ്ത് ഈ പഠിത്തത്തെ ക്ഷീണം കാരണം ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ എന്നും ഇവിടെ പപ്പ പോകുമ്പോൾ വിളിക്കണതാണ്. അന്ന് വിളിച്ചിട്ടില്ല, ഇവളും വിളിച്ചിട്ടില്ല, പപ്പയും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇവളോട് വണ്ടിക്കൂലി പപ്പ പാലും വണ്ടിയുണ്ട്, രാവിലെ പോകുന്ന പാലും വണ്ടി സ്കൂൾ വണ്ടിക്കാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ഉറുപ്പ്യ അവർ മേടിക്കും. 10 ഉറുപ്പ്യ അവൻ ചോദിക്കുള്ളൂ, ചക്കൻ ഒന്നും ചോദിക്കില്ല, കൊടുക്കും. വൈകുന്നേരവും 10, അങ്ങനെ 20 ഉറുപ്പ്യ കൊടുക്കും. അപ്പോൾ ഇവരാരും അങ്ങനെ വണ്ടിയിൽ കയറ്റൂല. എന്നാൽ അവരുടെ സംസാരത്തിൽ പിന്നെ ഞാനൊന്നും മിണ്ടിയിട്ടില്ല. വണ്ടിയിൽ ഇവരിങ്ങനെ കയറ്റൂല എന്ന് വെച്ചാൽ വണ്ടി വാങ്ങുന്നുള്ള അഭിപ്രായമായിരുന്നു അവർക്ക്. എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ കഴിയില്ലല്ലോ. അപ്പോൾ അതങ്ങനെ പോയി. വൈകുന്നേരം നിനക്ക് 20 ഉറുപ്പ്യ തരാം, ഞാൻ 20 ഉറുപ്പ്യ ഇവളോട് പറഞ്ഞു എന്ന് പറയാം രാവിലെ കൊച്ചിനോട്, 20 ഉറുപ്പ്യ ഞാൻ എടുക്കുന്നുണ്ട്, വൈകുന്നേരം നിനക്ക് ആ പൈസ തരാം പപ്പ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറവാലെത്തിയിട്ട് വിളിക്കുമെന്ന്. വിളിക്കാത്തപ്പോൾ ഞാൻ കുറേ നേരം ഇവളോട് പറഞ്ഞു വിളിക്കാമെന്ന് പറയുമ്പോഴാണ് ഈ സ്റ്റാഫ് വന്നിട്ട്, ഒരു ചങ്ങായി വന്നിട്ട് എന്നെ ബെല്ലടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പോളിന് ഇങ്ങനെ തല ഇറങ്ങിയിട്ടുണ്ട്, വായിക്കൂടെയും മുഖ്യയുടെയും ബ്ലഡ് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, വയറുവേദന എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, ഏതായാലും രാവിലത്തെ കാര്യം തിരക്കൊക്കെ കഴിഞ്ഞല്ലോ, കുറച്ച് നേരം കിടക്കാം, എന്നിട്ട് കൊത്തുണിയൊക്കെ അലക്കാനുണ്ട്, മറ്റുള്ള പണിയൊക്കെ ചെയ്യാമെന്നുള്ള കണ്ടീഷനാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ബെല്ലടിച്ചിട്ട് ഞാൻ വേഗം
മോളെ എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. വേഗം തന്നെ ഞങ്ങൾ വേഗം ഒരുങ്ങി. അപ്പോഴത്തേക്കും വേറെ ഒരു സ്റ്റാഫുകാരൻ ഇവിടെ അവരെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ഉണ്ടല്ലോ അവർക്ക്. ആ സെക്രട്ടറിയാണെന്ന് പറയുന്നത് രാജെന്ന് പറഞ്ഞവൻ. അവൻ വന്നിട്ട് ചേച്ചി എന്നാൽ വേഗം ഒരുങ്ങി ഇവിടെ വന്ന് വണ്ടി കൊണ്ടുവച്ചു. വേഗം മിനിറ്റിന് വണ്ടി എത്തി ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം ഒരുങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. ലേശം പരിക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മൂപ്പരെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് പുറകെ എത്താമെന്ന് പറഞ്ഞു എന്നോട്. ആ എത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളെ കയറ്റി കാണിച്ചിട്ടില്ല. ഞങ്ങളപ്പോഴത്തേക്കും അവിടെ വേഗമായി ആൾക്കാരൊക്കെ എത്തി, DF-ഉം ഫോറസ്റ്റുകാരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു ഞങ്ങൾക്കൊന്ന് കാണണം പപ്പേനെ. ഞാൻ പറഞ്ഞു ഞാൻ ഭാര്യയാണ്, ഇത് മോളാന്ന് പറഞ്ഞു. മറ്റുള്ള ആൾക്കാർ ചോദിച്ചു ആരാ എന്താണെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് കണ്ടിരിക്കണമെന്നൊക്കെ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൊണ്ട് DF കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മിണ്ടാനും പറയാനൊന്നും പറ്റിയില്ല. ഭയങ്കര അവസ്ഥ നില. TV യിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കണ്ടെന്ന് പറഞ്ഞത്. പിന്നെയും ഇവിടെ കൂട്ടുകാർ കണ്ടിട്ട് ഇവിടെ വിളിച്ചു, നിൻ്റെ പപ്പയായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ലാസ്റ്റ് അറിഞ്ഞത് വേദന കൊണ്ട് പൊളയുന്നതാ TV കാണിച്ചതെന്നാണ്. എല്ലാ ചാനലിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അവിടെയുള്ള അക്കരെ ഉള്ളവരൊക്കെ അറിഞ്ഞു. നമ്മുടെ ഇവനില്ലേ എന്താ അജീഷിൻ്റെ മരണത്തെ ആ അപകടത്തിലായിരുന്നല്ലോ എല്ലാവരും. അത് 7-ാം ദിവസമാണ് സംഭവം ഇത്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ ചോദിച്ചു ആശുപത്രി ഒന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു എന്താടി പ്രശ്നം എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം, അയ്യോ നീ എന്നോട് ചെയ്യണേ, ഭയങ്കര പരുക്കാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, കയറി കാണിക്കുമ്പോൾ എന്താ നമുക്ക് അറിയാമെന്ന് പറഞ്ഞു. കയറി കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്കിന് ചെറിയൊരു അനക്കേ ഉള്ളൂ. ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട്. വായി ഇങ്ങനെ ചുണ്ടിങ്ങനെ വെള്ളം കുടിക്കാതെ ചുണ്ട് വരണ്ട് തൊഴിലുറപ്പുകാരെ വെള്ളമാണ് കുടിച്ചതെന്ന് പറയാം. ചേച്ചിമാർ ഇവിടെ വന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വെള്ളം കൊടുത്തടിയെന്ന് പറഞ്ഞാൽ വെള്ളം നന്നായി കുടിച്ചിട്ടാണ് പോയെന്ന് പറഞ്ഞു. അനക്കം ഇല്ല എന്തായാലും. എപ്പോഴാണ് കൊണ്ടുപോയെന്നൊന്നും അറിയില്ല. ഇനി കൊണ്ടു ചെന്നാലും ഡോക്ടർമാർക്ക് തോന്നുമ്പോഴല്ലേ അവർ നോക്കുകയുള്ളൂ. അങ്ങോട്ടിട്ട് വലിച്ച് ഇങ്ങോട്ടിട്ട് തട്ടി. എന്തായാലും ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് എൻ്റെ അറിയിപ്പ്. എന്തായാലും എൻ്റെ പ്രതീക്ഷ അതൊക്കെ തന്നെയാണ്. എൻ്റെ അതെൻ്റെ കൊച്ചിൻ്റെ കിട്ടേണ്ട ചികിത്സ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് ഒരു പ്രതിസന്ധി സംഭവിച്ചു ചികിത്സ കിട്ടാൻ. മോളോട് ചോദിക്കുകയാണെങ്കിൽ ഇത് നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയുള്ള അജീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ മകളുടെ ഒരു ചോദ്യം. അത് എനിക്കൊന്ന് കേരളം മനസാക്ഷിയെ പോലും വേദനിപ്പിച്ചതാണ്. ഇനിയൊരു മകൾക്കും ഇതുപോലൊന്നും സംഭവിക്കരുത് എന്ന്. പക്ഷെ അത് പറഞ്ഞ് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഇവിടെ 7-ാം ദിവസം മറ്റൊരു മോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അത് പറഞ്ഞത്. ഇങ്ങനെ സംഭവിച്ചത് എന്താണ് മോൾക്ക് ഇതിനെ പറയാനുള്ളത്? സർക്കാർ വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 7-ാം ദിവസം തന്നെ ഈ സംഭവം നടക്കത്തില്ലായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. എന്തായിരുന്നു ആ സമയത്ത് മോള് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, വേണ്ട നടപടികൾ എടുക്കാത്തതിൻ്റെ പേരിൽ തന്നെ ഞാൻ പറയത്തുള്ളൂ. അന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വേറൊരാൾക്ക് ഗതി വരത്തില്ലായിരുന്നു. ഇപ്പോൾ അടുത്ത സംഭവം നടന്നു. ഇനിയെങ്കിലും വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ഉടൻ തന്നെ അടുത്ത ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം വരുമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ മകളുടെ വിദ്യാഭ്യാസം ഉണ്ട്. ഇനിയിപ്പോൾ ഈ വീടിനൊരു ആകെ ഉണ്ടായിരുന്ന അത്താണിയായിരുന്നു അദ്ദേഹം. ആളാണിപ്പോൾ ഈ ഒരു സർക്കാരിൻ്റെ തന്നെ ഒരു അനാസ്ഥ കൊണ്ട് തന്നെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു കുടുംബം അനാഥമായിരിക്കുന്ന അവസ്ഥ. എന്താണ് ബാക്കി സർക്കാർ നിങ്ങളെക്കുറിച്ച് തന്നിരിക്കുന്ന ഉറപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ ഗവർണർ വന്നു അല്ലേ? ഗവർണർ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നത് പഠനത്തിൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ട്. പിന്നെന്താ ഇവിടെ വീടിൻ്റെ കാര്യം, പിന്നെ അല്ലാത്തതിൻ്റെ നഷ്ടപരിഹാരം, അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ഓരോ വാഗ്ദാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഇതിന് ഉറപ്പ് വന്നിട്ടുണ്ട് വീടിൻ്റെ കാര്യത്തിൽ. അത് അദ്ദേഹം ഉറപ്പ് വന്നുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി വന്നു, ഗവർണർ വന്നു, എന്നാൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വനമന്ത്രി പോലും ഇവിടെ സന്ദർശിച്ചിട്ടില്ല. അതിൽ വിഷമമുണ്ടോ? അത് ഞാൻ കുറേ പേര് വനവകുപ്പ് മന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് കേട്ടു, അങ്ങനെയൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അത് വരാനാണെങ്കിൽ മറ്റേ അജീഷ് ചേട്ടൻ്റെ ആ സംഭവം നടന്നപ്പോഴും വരാമായിരുന്നല്ലോ. വരുമോയെന്ന് ഇനി അറിയത്തില്ല. ഇപ്പോൾ ഒരു സംഭവം കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ വന്നിരിക്കാം, വരുമായിരിക്കാം. ആരെങ്കിലും വഴി വിളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ? ഇല്ലല്ലേ? ഇല്ല. ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. നിങ്ങൾ ജനിച്ച് വളർന്ന നാടാണ്, നിങ്ങളുടെ ഭൂമിയാണ്.
പക്ഷേ ഈ മൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്തേണ്ടതുണ്ട്. സർക്കാർ എന്താണ് ഇതിനകത്ത് അടിയന്തരമായി ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണ് പറയണത്? കാരണം നിങ്ങളാണ് ഇതിനെക്കുറിച്ച് അനുഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ആക്രമണത്തിൽ, ഈ ഒരു വേദനയിലൊക്കെ നിങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ട് അവിടെ ജീവിക്കാനുള്ള വെള്ളവും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് ഇറങ്ങില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അവർക്ക് അവിടെ വേണ്ടുന്ന ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ നാട്ടിലോട്ട് കയറി വരുന്നു. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നാട്ടിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടുന്ന മതിലുകളും അല്ലെങ്കിൽ ഫെൻസിങ് അങ്ങനത്തെ ഇതൊക്കെ ചെയ്യണം. അതുകൂടാതെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവിടെ വെള്ളത്തിനുള്ള കുളം കൊടുത്താൽ അതെന്തായാലും പറ്റിപ്പോവും. അല്ലാണ്ട് ഇങ്ങനെ വല്ല കുഴൽക്കിണറൊക്കെ കുത്തി വെള്ളം അടിച്ചടിച്ച് കൊടുക്കുന്ന, അങ്ങനെ ഒരു ദിവസം വെള്ളം കുടിച്ചാൽ പിന്നെ ശീലമായി അവരവിടെ പോയി കുടിച്ചോളൂ. അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള പുല്ലോ പിന്നെ അങ്ങനെ ഈ മുള വെച്ച് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ അവിടെ തന്നെ ഇതാക്കാനുള്ള നോക്കണം. ജീവികളെ അവിടെ സംരക്ഷിക്കണം, നാട്ടുകാരെയും സംരക്ഷിക്കണം. രണ്ടും കളയാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ അവകാശമുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് പറയണത്. അല്ല ചക്കയും മാങ്ങയോ ഒക്കെ വെച്ച് കൊടുക്കുക. ഞാനൊന്നും പറയാറുണ്ട്, തൊഴിലുറപ്പിൽ തമാശക്ക് പറയായിരുന്നു, കുറച്ച് ബ്ലോക്ക് പോലും കൂടെ നട്ട് കൊടുക്കുക, ആന തിന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കട്ടെ എന്ന്. നമ്മളെ ശല്യം ചെയ്യില്ലല്ലോ, അവർ വിശന്നിട്ട് വരുന്നതല്ലേന്ന് ഞാൻ പറയായിരുന്നു. അപ്പോൾ പറഞ്ഞ് അതിൻ്റെ ഒരു കുറവോടെ ഉള്ളൂ എന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട്. കുറേ ചോളോ ഒക്കെ നട്ട് കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞ് കൂടുതൽ ശല്യമാകും. അങ്ങനെ ശല്യം എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഇത് ഞങ്ങളുടെ ജീവിതമാർഗത്തിനായിട്ടാണല്ലോ പപ്പ പണിക്ക് പോയത്, അന്നന്ന് കഴിയാൻ വേണ്ടിയിട്ട്. എങ്ങനെയും ജീവിക്കണം, ഈ കണക്കിന് പോയി അത് വെടിവെച്ച് ആനേനെ കൊണ്ടുപോയിട്ടില്ല, പുക പൂട്ടുന്നാ തോന്നുന്നതെന്ന് പുള്ളിക്കാരൻ പറയുകയും ചെയ്തായിരുന്നു 2 ദിവസം മുമ്പ്. ഇവിടെ രാഷ്ട്രീയക്കാർ തമ്മിൽ പോരടിക്കാതെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ ഒരു തീരുമാനം എടുത്തിട്ട് പ്രമേയം പാസ്സാക്കിയിട്ട് മറ്റേ സെൻട്രൽ ഗവൺമെൻറ് വയ്ക്കാം. കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് ഈ സാധനം. നമ്മളിപ്പോൾ ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ. പക്ഷേ ഇവിടെയുള്ള ആളുകൾ, പാർലമെൻറ്റിൽ പോയിരിക്കുന്ന മെമ്പർമാർ, പാർലമെൻറ്റ് മെമ്പേഴ്സും സംസ്ഥാന സർക്കാരും കൂടിയിട്ട് ഈ നൂലാമാല ഈ നിയമത്തിൽ നിന്നൊരു അമെൻമെൻറ്റ്സ് വരുത്താം, അല്ലെങ്കിൽ രക്ഷപ്പെടുക. ഇത് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. മന്ത്രി ഇപ്പം എൻ്റെ മരുമോൻ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ അജീഷ് എൻ്റെ അടുത്തുള്ള ആളാണ്, എനിക്ക് ഏറ്റവും അടുപ്പെടുത്തുള്ള എന്നെ എപ്പോഴും കൊണ്ടു നടക്കുന്നതും എൻ്റെ വീട്ടിലൊന്ന് വർത്താനം തമാശയൊക്കെ പറയുന്ന ഒരാൾ. അതേപോലെയൊക്കെ ശരിക്കും ഞങ്ങളെല്ലാം ഇവിടെ ഒപ്പം പ്രായമുള്ള അജീഷ് എന്ന് പറഞ്ഞാൽ മരിച്ച ആൾ ഞങ്ങൾ അടുത്ത് തന്നെയാണ്. ഓക്കെ, മോളുടെ അവസാനമായിട്ട് മോൾക്ക് എന്താണ് പഠിക്കാനായിട്ട്? 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എന്താണ് ഭാവിയിൽ, എന്തായിരുന്നു മോളുടെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹം? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു നിലവിൽ പറയുകയാണെങ്കിൽ ഈ നാടിന് വേണ്ട പ്രവൃത്തികൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ഉള്ള ജനങ്ങളെല്ലാം സേഫായിരിക്കും. അവർക്ക് ഒന്നിൻ്റെയും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും കാര്യം സെക്യൂർ ചെയ്യാന്നുള്ളതാണ്. അതിപ്പം ഇവിടെ ഞാൻ അതിൽ ഒട്ടും എന്താ പറയുക, ഇപ്പോഴത്തെ ഉള്ളതിൽ ഞാൻ അത്ര തൃപ്തികരമല്ല. അതുകൊണ്ടാണ് ഈ നാട് എനിക്ക് നന്നാക്കണം എന്ന് പറഞ്ഞാൽ എന്നേലാവുന്ന വിധം. ഇപ്പം എൻ്റെ പപ്പേനെ പോലെ ആർക്കും ഇങ്ങനത്തെ ഒരു മരണം സംഭവിക്കരുത്. മെഡിക്കലിൻ്റെ കാര്യത്തിലാണെങ്കിലും വനവകുപ്പിൻ്റെ ആണെങ്കിലും നമുക്കറിയുന്നവരെയും അല്ല, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള നടപടികളെടുക്കുക. അതിനു വേണ്ടി ഒരു ഗവൺമെൻറ് സർവീസിൽ തന്നെ ഒരു ജോലി ചെയ്യണമെന്നുണ്ട്. ഏത് ഫീൽഡ്? അഡ്മിനിസ്ട്രേഷൻ. തീർച്ചയായിട്ടും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ്. അത് പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നോ? അല്ലെങ്കിൽ പണ്ട് മുതലേ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പപ്പയുടെ മരണം കൂടെ ആയപ്പോൾ അതിനൊരു വാശി കൂടി. തീർച്ചയായിട്ടും ഇനിയുള്ള ഏത് പ്രതിസന്ധി വന്നാലും അത് നേടിയെടുക്കുന്നുള്ള പ്രത്യാശയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ബോധ്യം. പപ്പയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചാൽ മോളെ, ഈ പപ്പയ്ക്ക് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കൃത്യസമയം, ആ ഒരു സമയത്തിൻ്റെ ആ ടൈമിൽ വേണ്ട കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും ജീവിക്കുമായിരുന്നില്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വേണ്ടുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നൊരു പരാതി എനിക്ക് നേരത്തെ ഉണ്ട്. അവിടെ മറ്റേ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഒരുപാട് നേരം ഡിലേ ആക്കി. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു സർജറി ചെയ്യുമെന്നും പറഞ്ഞ് ഒരുപാട് നേരം അതിൻ്റെ പേരിൽ അവർ ഡിലേ ചെയ്തു. അവരവിടെ ചർച്ച ചെയ്യുമായിരിക്കും വേണോ വേണ്ടയോ എന്ന്. പക്ഷെ ഒരു ജീവൻ വെച്ചാൽ കളിക്കുന്നതെന്ന് ആരും ചിന്തിക്കുന്നുണ്ടാവില്ല. ജീവന് വേണ്ടി തുടിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ കിടന്നത്. ഈ ഒരു കുടുംബത്തിന് സംഭവിച്ച ഒരു നഷ്ടം അതൊരിക്കലും നികത്താനാവാത്ത നഷ്ടം ആണ്. പക്ഷേ
ഇവർക്ക് ലഭിക്കേണ്ട ചില ന്യായമായ ആവശ്യങ്ങൾ, ചില സഹായങ്ങൾ അത് സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കടമ സർക്കാരിന് തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും സർക്കാർ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.